തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത UAPA കേസിൽ തുടർ നടപടികളുമായി NIA. മാവോയിസ്റ്റ് അനുഭാവി CP റഷീദ്, CP ഇസ്മയിൽ എന്നിവർക്ക് NIA ഓഫീസിൽ ഹാജരാക്കാൻ നിർദ്ദേശം കൊടുത്തു. ഈ മാസം 12-ാം തീയതി ഹൈദരാബാദിലെ NIA ഓഫീസിലെത്താനാണ് അവർ കിട്ടിയ നിർദ്ദേശം. ഇന്നലെ നടത്തിയ പരിശോധനയിൽ CP റഷീദിൻ്റെ ഫോൺ NIA പിടിച്ചെടുത്തിരുന്നു. നിഖിൽ പരമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ ആണ് വ്യാപകമായി ഇപ്പോൾ പാലക്കാടും അതോടൊപ്പം തന്നെ മലപ്പുറത്തും CP ഇസ്മായിലിൻ്റെയും അതോടൊപ്പം തന്നെ റഷീദിൻ്റെയും വീടുകളിൽ പരിശോധന നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. NIA പരിശോധന പുലർച്ചെ മുതൽ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പരിശോധനകളായിരുന്നു ഇവിടെയെല്ലാം തന്നെ നടന്നിരുന്നത്. CP റഷീദിൻ്റെ ഫോണും വിവിധ സംഘടനകളുടെ നോട്ടീസും മാസികകളും NIA പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരോട് 12-ാം തീയതി ഹാജരാകാൻ നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ NIA ഓഫീസിലെത്താനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തെലങ്കാനയിലെ മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരോട് ഹാജരാകാൻ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന പരിശോധനകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ NIA പുറത്തുവിട്ടിട്ടില്ല. തെലങ്കാനയിലെ ഒരു മാവോയിസ്റ്റ് കേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ ഇവരുടെ ബന്ധം എന്താണ്, ഇപ്പോൾ കേരളത്തിലുള്ള ഈ റഷീദിൻ്റെയും ഇസ്മായിലിൻ്റെയും പങ്ക് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. എന്തായാലും 2 ഇടങ്ങളിലും ഒരേ സമയമാണ് NIA സംഘം പരിശോധനകൾ നടത്തിയത്. ഇന്നലെ പുലർച്ചെ മുതലായിരുന്നു പാലക്കാട് പരിശോധന നടത്തിയത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മലപ്പുറത്തെയും പരിശോധന. എന്തായാലും പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി പരിശോധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് 12-ാം തീയതി ഹൈദരാബാദ് ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ 2 പേർക്കും NIA നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പരമേഷ്.